ആരും വില വെക്കാത്തൊരു സംഭവമാണ്. നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്തൊരു സംഭവമാണ്. മറ്റുള്ളവരെ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. ഇത് എവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ. സന്തോഷമില്ലാത്തൊരു ലൈഫിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനെങ്കിലും പറ്റും. ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു സമയം മാത്രമായിരിക്കും ഉമ്മമാരുടെ ആ സമയത്ത് മക്കൾ വന്ന് വാതിൽ തട്ടുമ്പോൾ ദേഷ്യം വരാത്ത എത്ര പേരുണ്ട്. ഈ അവകാശങ്ങളൊക്കെ ആരിൽ നിന്നും വാങ്ങേണ്ടതാണ്? നിങ്ങൾ സ്വയം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡൺ ഈസ് ഗുഡ് നോട്ട് പെർഫെക്ഷൻ എന്നുള്ളത്. പർപ്പസ്ഫുള്ളി കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയും. മൈൻഡ് ചെയ്യരുത്, ലിറ്ററലി അവോയ്ഡ് ചെയ്യുക. വരെ ആയിരക്കണക്കിന് ഇൻവിസിബിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തൽ മാത്രം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചെറിയൊരു ഡിസ്ക്ലെയിമർ. നിങ്ങളൊരു കുലപുരുഷനോ കുലസ്ത്രീയോ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് സ്കിപ്പ് ആൻഡ് സെർച്ച് വാട്ട് യു വാണ്ട്. ഓക്കെ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വീഡിയോ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കാണാം. അടുത്തൊരു പരസ്യമായിട്ടുള്ളൊരു രഹസ്യം പറയാം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ വെച്ചുകൊണ്ട് ഞാൻ അനുഭവിച്ച, ചെയ്ത് സക്സസ് ആയ, ചെയ്യാതെ നല്ല കോനാട്ടയായിട്ട് നിൽക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. നിങ്ങൾ എപ്പോഴും കാണുന്ന ഭാഗത്ത് ജീവിതകാലം ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പെർമിഷൻ ടു ബ്രീത്ത്, പെർമിഷൻ ടു എക്സിസ്റ്റ് ആസ് യു, പെർമിഷൻസ് ടു ബി ഇംപെർഫെക്റ്റ്. മനസ്സിലായോ? അതായത് ആരിൽ നിന്നും ആര് എടുക്കുന്ന പെർമിഷനാണ്, ആര് തരേണ്ട പെർമിഷനാണ് ഇതൊക്കെ എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി, എൻ്റെ ഹെൽത്ത്, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ബാക്കിയുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്രാരാബ്ദങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് എന്നുള്ളത്. ഓഫ് കോഴ്സ് ജീവിതത്തിലെല്ലാം എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. കുറേ മാറ്റങ്ങൾക്കൊക്കെ വിധേയമാവും നമ്മുടെയൊക്കെ ലൈഫ്. ആ സമയത്ത് നമുക്കൊരു കുറ്റബോധം തോന്നരുത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, എൻ്റെ ആ ഒരു സമയങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അത് തോന്നാതിരിക്കാനും വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടി, അതായത് ഞാനെന്ന ഒരു പേഴ്സൺ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റാരേക്കാളും മുന്നോട്ട് വരേണ്ടത് ഞാനാണ്. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണ്. എന്നെ ചിരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കിയുള്ളവർ ചെയ്യാന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ 3G ആയിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സിറ്റുവേഷൻ ഓരോരുത്തരുടെ ലൈഫിലും വരും. എത്ര തന്നെ നിങ്ങൾ സ്വയം ഇങ്ങനെ പറയാൻ ശ്രമിച്ചാലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ സാക്രിഫൈസ് ചെയ്ത് ജീവിച്ച് അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് അവരെ തൃപ്തിപ്പെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം സ്വയം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും ആരുമില്ലാത്ത അവസ്ഥയിൽ, ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, എൻ്റെ ലൈഫ് വേസ്റ്റായി പോയല്ലോ, എനിക്കൊരു സന്തോഷവും ഇല്ലല്ലോ, എന്നെ ആരും സന്തോഷിപ്പിക്കുന്നില്ലല്ലോ, എന്നെ ഹാപ്പി ആക്കാൻ ആരും ട്രൈ ചെയ്യുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഭൂമിയിൽ ഫസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത്. അതും പ്രത്യേകിച്ച് നിങ്ങൾ ചിലവാക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10 മിനിറ്റ് കുറ്റബോധമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക എന്നുള്ളത്. ചിലവർ അവനവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മമാരുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളത്. ഞാനും കൂടെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതോ ഒരു അബല നിമിഷത്തിൻ്റെ പുറത്ത് നമ്മളെങ്ങാനും അത് വായിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. എൻ്റെ കുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് സന്തോഷമായിട്ടുണ്ടാവും, ഞാൻ കഴിക്കണ്ടായിരുന്നു. അതങ്ങോട്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ എത്തുന്നത്.
പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമുക്കാണ്. കാരണം നമുക്ക് ചുറ്റിലുള്ള ഈ മക്കളാണെങ്കിലും കണ്ടു വളരുന്നത് ഉമ്മാക്കൊരു യാതൊരുവിധ വിലയും കൊടുക്കുന്നില്ല. അപ്പോൾ ഉമ്മക്ക് അത് മതിയാവും, അതായിരിക്കും ഉമ്മാൻ്റെ സന്തോഷം എന്ന് വിചാരിച്ച് ഭാവിയിൽ ഇവർ വലുതാവുന്ന സമയത്ത് പക്ഷേ ഈ ഉമ്മാൻ്റെ വിചാരം എന്തായിരിക്കും, എൻ്റെ മോനൊക്കെ വലുതായി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം, എനിക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും, എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും, എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരും, എൻ്റെ മോന് ഞാനല്ലാതെ ഞാൻ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ബാക്കി എന്തെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ ഈ മോൻ കണ്ടു വളരുന്നത് എന്താണെന്നറിയോ, ഉമ്മാക്ക് പോലും വില കൊടുക്കുന്നില്ല. അതാണ് ഉമ്മാൻ്റെ സന്തോഷം. സോ അവർ കുറച്ച് വലുതായി കഴിഞ്ഞ് ഇപ്പോൾ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ജോലി കാര്യങ്ങളൊക്കെ തിരക്കിലാവും. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ പറയേ വേണ്ട, അതിൻ്റെ പാട്ടിന് പോകുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഈ ഉമ്മ നിസ്സഹായതയോടുകൂടെ കരയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തണം ഐ ആം നോട്ട് എ ഗിവർ. അതായത് ഞാനൊരു ഗിവർ മാത്രമല്ല, എല്ലാം കൊടുക്കുന്ന മാത്രമുള്ള ഒരാളല്ല, ഞാനും കൂടെ ഒരു വ്യക്തിയാണ്, എനിക്കും ഈ പറഞ്ഞ നിങ്ങൾക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും എന്താ പറയുക മറ്റ് സംഭവങ്ങളൊക്കെ എനിക്കും ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് പറഞ്ഞ ഒരു 10 മിനിറ്റ് കോഫി കുടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ഫസ്റ്റ് എനിക്ക് കോഫി ഉണ്ടാക്ക്, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ഫസ്റ്റ് എൻ്റെ കപ്പ് ഫില്ല് ചെയ്യ്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. കാരണം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് ആർക്ക് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് നമ്മൾ കൊടുക്കണം. എന്നാലേ ബാക്കിയുള്ളവർ ഓക്കെ ഇവർക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തും. എത്ര പേര് ബാത്റൂമിൽ പോയി കഴിഞ്ഞ് മക്കൾ വന്നിട്ട് ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുന്നൊരു സമയം മാത്രമായിരിക്കും ഉമ്മമാരുടെ ഒരു സ്വന്തമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈവറ്റ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് മക്കൾ വന്ന് വാതിൽ തട്ടുമ്പോൾ ദേഷ്യം വരാത്ത എത്ര പേരുണ്ട്. ഇവിടെയെങ്കിലും എന്നെ ഒന്ന് സ്വസ്ഥതയോടെ ഇരിക്കാൻ വിടുമോ എന്ന് ചോദിക്കാത്ത എത്ര പേരുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് ആ സമയത്ത് പുറത്തേക്ക് വരുന്നത്. എനിക്ക് വേണ്ടി ഈ ഒരു സമയം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. സോ ബാത്റൂം പോവുക, നിങ്ങൾക്ക് സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്യുക, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് കേട്ടിട്ടിരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ആ ഒരു രാവിലെ ഒരു ദിവസം തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു 10 മിനിറ്റ് എനിക്ക് അവകാശപ്പെട്ട് ഞാൻ മാറ്റി വെച്ചു എന്ന് തോന്നുമ്പോൾ ആ എൻറ്റയർ ദിവസം നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തരുന്നൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ചുറ്റും കുറച്ച് പേരുണ്ടാവും, അത് ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അവരെല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഒരു ദിവസം ആയിരക്കണക്കിന് ഇൻവിസിബിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തൽ മാത്രം കേൾക്കുന്ന ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റിലും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡൺ ഈസ് ഗുഡ് നോട്ട് പെർഫെക്ഷൻ എന്നുള്ളത്. അതായത് നമ്മളൊരു കാര്യം ചെയ്തോ, യെസ് ചെയ്തു, അതിൽ പെർഫെക്ഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ അത് വലിയൊരു ഔദാര്യമാണ്. നമ്മളതൊന്നും അവർക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു കാര്യമൊന്നുമില്ല. പക്ഷെ ചെയ്തു കൊടുത്തിട്ടും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാതെ, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ ഈ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് അതൊന്നല്ല മൈൻഡിലേക്ക് എടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അത് അതേപോലെ ബ്രെയിനിൽ പോയിട്ട് സ്റ്റോറായി പിന്നെ നമ്മളത് കൂടുതൽ ഓവർ തിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഇവരെന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞല്ലോ, ഞാൻ ഇതിനു വേണ്ടി എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു, എത്രത്തോളം എൻ്റെ എഫേർട്ട് ഇട്ടു, ഞാൻ എത്രത്തോളം എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നിങ്ങനെ പല ജാതി ചിന്തകളൊക്കെ മൈൻഡിലേക്ക് കയറിക്കൂടും. മറ്റുള്ളവരെ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. ഇത് എവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഞാൻ ഗ്യാരണ്ടി ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. ഒരാളൊരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർ ചെയ്യാനൊന്നും മടിക്കും. പക്ഷെ വീണ്ടും ചെയ്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലവർ ചെയ്യൂല. ഒരാൾ ഒരേ കാര്യങ്ങൾ പ്രവർത്തിച്ചത് നമുക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും അവരത് ആവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹാബിറ്റ്, അവരുടെ സ്വഭാവമാണ്. സ്വഭാവം മാറൂല. അഭിനയിച്ച് നിൽക്കാൻ വേണമെങ്കിൽ സാധിക്കും, പക്ഷേ അവർക്ക് ഒരിക്കലും ലൈഫ് ലോങ് അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. സോ ആരെങ്കിലും മാറ്റണം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഞാനൊരു കാര്യം ചെയ്തു, യെസ് അതിൽ പെർഫെക്ഷൻ വേണം എന്നില്ല, ചെയ്തു കഴിഞ്ഞു അതന്നെ വലിയ കാര്യമാണ്, യെസ് അന്നത്തെ ദിവസം രാത്രി പറയും ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, യെസ് സൂപ്പറാണ്, നീ നിന്നെ കൊണ്ട് ഇത് കഴിയും. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം പ്രശംസിക്കുക.
കുറ്റപ്പെടുത്തലുകളിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ വിട്ടുകൊടുത്ത് കൊല്ല ചെയ്യാതിരിക്കുക. ഇനി ആരെങ്കിലുമൊക്കെ മറ്റുള്ളവർ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് നിരന്തരം പർപ്പസ്ഫുള്ളി കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയും. മൈൻഡ് ചെയ്യരുത്, ലിറ്ററലി അവോയ്ഡ് ചെയ്യുക അവരിപ്പോൾ നിങ്ങളെ ഒരു കുറ്റം പറയണമെന്ന് വെച്ചോ, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഫുഡിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് നിങ്ങൾ ഉണ്ടാക്കാൻ എത്രത്തോളം ടൈം എടുത്തു, ഞാൻ എത്രത്തോളം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് സ്വയം നിങ്ങൾ മനസ്സിനെ ചിന്തിക്കുക. എന്നിട്ടും അതിനെ കുറ്റം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓ യെസ് വേണമെങ്കിൽ തിന്നാൽ മതി എന്നൊരു വാക്കുകൊണ്ട് അതവിടെ അവസാനിപ്പിക്കുക. പിന്നെ അടുത്തൊരു സംഭവം ഉണ്ടാവും, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ നമ്മൾക്ക് ചുറ്റിലുള്ള ആൾക്കാർക്ക് മാത്രം അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കണക്ഷൻസിനെ എല്ലാം ഇവർ കാലക്രമേണ കട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവർ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും, കുടുംബമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അവരാണ് ഇമ്പോർട്ടൻ്റ്, ഇവരാണ് ഇമ്പോർട്ടൻ്റ്, ബാക്കിയുള്ള കണക്ഷൻസ് ഒന്നും നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ കുറച്ച് അകന്ന കുടുംബ ബന്ധമൊന്നും കീപ്പ് ചെയ്യാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഒരു നല്ല വേയിൽ കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ചിലവർക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ മക്കളുടെ കൂടെയുള്ള ടൈമായിരിക്കും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് കാര്യങ്ങളൊക്കെ കുറച്ച് നേരം മാറ്റി വെച്ച് മനസ്സ് തുറന്ന് അവരുമായിട്ട് ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിലും കിട്ടുന്ന ഒരു സമയത്ത് കുറച്ചൊന്ന് ഡീപ്പായിട്ടൊന്ന് ഹഗ് ചെയ്യുക. അത് നമുക്ക് തരുന്ന ആ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ. പൊതുവെ ഒരു മനുഷ്യൻ താങ്ങായിട്ട് വേണം. നമ്മൾ എത്ര തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു വാക്കുണ്ടെങ്കിലും സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നു. സ്ത്രീകൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കും, പുരുഷന്മാരും ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ മക്കളാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്ത് നമ്മൾ ആ ഒരു നമ്മുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനുള്ള ചെറിയ ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞു തരട്ടെ, അപ്പോൾ ആരുമില്ല നമ്മളൊന്ന് ഓക്കെ ഇറ്റ്സ് ഓക്കെ പോട്ടെ സാരല്ല, മൈക്കിൽ തട്ടി സാരല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം നമ്മളെ തട്ടി കൊടുക്കുക. യെസ്, നിനക്ക് നീ മതി, നീയേ ഉണ്ടാവുള്ളൂ അവസാനം വരെ എന്നുള്ള ആ ഒരു തലച്ചോറിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുക. നിനക്ക് നീ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ കൂടെ പറയുമ്പോൾ മൈൻഡിന് തോന്നും യെസ് എനിക്ക് ഞാൻ തന്നെ മതി, വേറെ ആരും ഇല്ലെങ്കിലും ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു സമയം. അല്ലാതെ നീ സ്വയം തല തടവിക്കോ ഇറ്റ്സ് ഓക്കെ നീ ഉണ്ട് എന്നുള്ള ആ ഒരു പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സംഭവം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സ്വന്തമായിട്ടൊന്ന് ഹഗ് ചെയ്യുക, വെറുതെ ആരും വേണമെന്നില്ല, സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധം സ്വന്തമായിട്ടൊന്ന് ടൈറ്റായിട്ട് നല്ല സങ്കടമൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് പിടിക്കുക. ഓക്കെ ഇനഫ്, എനിക്ക് ഞാൻ മതി എന്നുള്ളത്. ബാക്കി നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണെങ്കിൽ ദൈവം, പഠിച്ചവനാണെങ്കിൽ പഠിച്ചവൻ, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയിൽ, അദൃശ്യമായിട്ടുള്ള ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുക. ഒന്ന് മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ഒറ്റയ്ക്ക് തന്നെയാണ്. ആരെങ്കിലും കൂട്ടിന് കണ്ടിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഇവരുടെ ലൈഫിലേക്ക് വരുമെന്നോ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നോ അവർക്കൊരു അടിമപ്പണി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നോ ഒന്നും കരുതിയിട്ടല്ല ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുന്നത്. എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടാണ് വിടുന്നത്. സോ എനിക്കെപ്പോഴും ഞാനുണ്ടാവും, എൻ്റെ ദൈവം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ നിങ്ങൾ ശല്യം ചെയ്യാതെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസിൻ്റെ പാതയിലേക്ക് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരാഴ്ച ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സ്വയം പ്രശംസിക്കുക. യെസ്, എനിക്ക് സന്തോഷം തരുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിനെ അവർ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിലും എനിക്ക് അതിന് വലിയൊരു സംഭവമാണ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തന്നെ സ്വയം വിലയിരുത്തുന്നു. അവരെത്ര തന്നെ വിമർശിച്ചാലും അത് വിമർശിക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ
സക്സസ്ഫുള്ളി ചെയ്ത ഒരു കാര്യമാണ്, അതിന് പ്രശംസ കിട്ടണം എന്നുകൊണ്ട് സ്വയം അപ്രിസിയേഷൻ കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം, ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വിഷമം ഉണ്ടാക്കിയത്, ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാക്കിയത്, ആരാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്, ആരാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് കണക്കെടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിൽ നിന്നും നമുക്കെങ്ങനെ രക്ഷപ്പെടാം, മീൻസ് നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റുമോ, മാറി നിൽക്കാൻ പറ്റുമോ, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ കുറേശ്ശെയായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിനെ ക്രോഡീകരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് വെറുതെ ഈ ബുദ്ധിമുട്ടി വിഷമിച്ച് പോകുന്നത് മാത്രമല്ലാതെ ഹാപ്പിനെസ് കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും സമാധാനം കൊണ്ടുവരാനുള്ള, ശ്രദ്ധിക്കണേ, ഹാപ്പിനെസ് വേറെ സമാധാനം വേറെ. നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷവും സമാധാനവും ഒരേ സംഭവമാണ് എന്നുള്ളത്. ഒരിക്കലുമല്ല. സന്തോഷമില്ലാത്തൊരു ലൈഫിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനെങ്കിലും പറ്റും. ഓക്കെ, സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. സമാധാനമില്ലാത്ത ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ സന്തോഷമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് സമാധാനമെങ്കിലും കൊണ്ടുവരാനായിട്ട് പറ്റും. സമാധാനം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സന്തോഷവും വരും. സോ സമാധാനത്തോടെയെങ്കിലും ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിച്ചുകൊണ്ട് എന്താണ് നമുക്ക് സമാധാനം തരുന്നത്, എന്താണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ ഓരോന്നിനെയും ഓരോ സെക്ഷനാക്കി ഇട്ട് വയ്ക്കുക. ഏതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, ഏതൊക്കെ മാറ്റിയാൽ എങ്ങനെയൊക്കെ ആവും ലൈഫ് എന്നുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ആരും വില വെക്കാത്തൊരു സംഭവമാണ്, നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടാത്തൊരു സംഭവമാണ്. എന്താണെന്നറിയോ? ടൈം. ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും തിരിച്ച് കിട്ടൂല. നിങ്ങൾ എത്രയോ പേര് ആഗ്രഹിച്ചിട്ടില്ലേ നമ്മുടെ ആ ഒരു പഴയ കാലത്തേക്ക് പോയിട്ട് ചില സംഭവങ്ങളൊക്കെ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റുമെങ്കിൽ ഞാൻ മായ്ച്ച് കളയുമായിരുന്നു എന്ന് പറയുന്ന കാര്യം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തിൽ കുറേ സംഭവങ്ങളുണ്ട്, മായ്ച്ച് കളയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ മായ്ച്ച് കളഞ്ഞേനെ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ടൈമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മുടെ ടൈമിന് നമ്മൾ വില കൊടുക്കണം. 24/7 ഡേയ്സ്, അതായത് 7 ദിവസത്തിൽ 24 മണിക്കൂറും നിങ്ങൾ ആർക്കും ഫ്രീ സർവീസ് ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള ബോധം ആദ്യം നിങ്ങൾ മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവരും അവരെയും കൂടെ ബോധ്യപ്പെടുത്തുക. കാരണം എന്തും ഏതും എപ്പോഴും ചോദിച്ചാൽ കിട്ടും, ഞാൻ സർവീസ് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള ആൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റ്ഫുള്ളി തന്നെ അവരോട് പറയാം, ഞാൻ ചെയ്തു തരാം, പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സമയമല്ല, ഇപ്പോൾ എൻ്റെ ടൈമാണ്, ഞാൻ പിന്നെ അതിൻ്റെ ടൈമിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറയുക. അല്ലാതെ ചോദിക്കുമ്പോഴേക്കും നട്ടപ്പാതിരാത്രി ആണെങ്കിലും നിങ്ങളുടെ ഉറക്കം, ബേസിക് നീഡായിട്ടുള്ള ഒരു ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ മക്കളോടാണെങ്കിലും അവരെന്തെങ്കിലും ഇപ്പോൾ ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണം എന്ന് പറയുകയാണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു വയ്ക്കുക, എൻ്റെ കിച്ചൺ ടൈം ഒരു 9 മണി വരെയാണ്, അതുവരെ ഫുഡ് കാര്യങ്ങളൊക്കെ ടേബിളുണ്ടാവും, സ്വന്തമായിട്ട് അങ്ങോട്ട് എടുത്ത് കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് ഫുഡ് കിട്ടൂല എന്നുള്ളത്. ഒരു 2 ദിവസം നിങ്ങൾ അതുപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം അവർ അത് ഉമ്മാക്കും ഉമ്മാൻ്റെതായിട്ടുള്ള സമയമുണ്ട്, ഏത് നേരവും നമുക്ക് അങ്ങനെ എടുത്തു തരാനൊന്നും പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ 12 മണിക്കാണെങ്കിലും 1 മണിക്കാണെങ്കിലും മക്കളെയും കാത്തിരിക്കുന്ന ഉമ്മമാരും ഭാര്യമാരും ഒക്കെയുള്ള ഒരു ലോകമാണിത്. എന്നിട്ട് ഇവർ വന്നിട്ട് ചിലപ്പോൾ ടേബിളിൽ തന്നെ ഈ ഫുഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്കിത് വിളമ്പി കൊടുക്കാൻ ഈ ഉറക്കമൊഴിച്ചിരിക്കുക അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുക എന്നിട്ട് കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഡീനെ പറയുന്ന പേര് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു സ്നേഹമില്ല, അവർക്കൊരു കരുതലില്ലാത്തൊരു ഉമ്മയായിട്ട് മാറ്റും. സെയിം ടൈം ഈ പറയുന്ന ഉമ്മായും അല്ലെങ്കിൽ ഭാര്യയും ഒരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ കൈ കടത്താൻ പാടില്ല എന്നുള്ള ഒരു പഠനം നിങ്ങൾ വേണം ആദ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു കാര്യം, എത്ര പേര്
നമ്മളോട് റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കും. അതല്ല, റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ പബ്ലിക്കായിട്ടാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് അവരോട് എന്നോട് റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കണം അല്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കൂ എന്ന് പറയാൻ കഴിയും? എല്ലാവർക്കും കഴിയില്ല. എല്ലാവർക്കും എന്തോ ഒരു പേടിയാണ്. അതെന്തിനാണ് പേടിക്കുന്നത്? ഈ രണ്ട് സൃഷ്ടിയും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. രണ്ടു പേർക്കും ഈക്വലി മാന്യമായിട്ടുള്ള പെരുമാറ്റത്തിന് അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കാതെ, ഇപ്പോൾ ഒരു പെണ്ണിനെയൊക്കെ എത്രയോ പേര് പബ്ലിക്കായിട്ട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കും, ഒച്ചെടുത്ത് സംസാരിക്കും, ചീത്ത വിളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് എന്നോട് മാന്യമായിട്ട് സംസാരിക്കുക എന്ന് പറയാൻ കഴിയാത്തത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഒച്ചെടുത്ത് എന്നോട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കേട്ട് നിൽക്കേണ്ട ഒരാളാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ വളർന്നിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ പറയാൻ തുടങ്ങി, എന്തെങ്കിലും മാന്യമായിട്ട് സംസാരിക്കണം. സൈലൻ്റായിട്ട് തന്നെ ഞാൻ പറയാം. കേട്ടില്ല വീണ്ടും ഒച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്നോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം. വീണ്ടും ഒച്ചെടുക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഒന്ന് സൗണ്ട് റേസ് ചെയ്ത് ഞാൻ പറയും എന്നോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം എന്നുള്ളത്. പബ്ലിക്കായിട്ടാണ് അവർ നിങ്ങളെ മാന്യമല്ലാത്ത രീതിയിൽ പറയുന്നതെങ്കിൽ അപ്പം തന്നെ അവരൊന്ന് ചിന്തിക്കും, ഓക്കെ നമ്മൾ ചെയ്തത് തെറ്റാണ്, നമ്മളങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളോട് ആരെങ്കിലും മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഹേർട്ടാവുന്നത്, സെയിം അതേപോലെ ഹേർട്ടാവുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെയും സൃഷ്ടിപ്പുള്ളത്. സോ എനിക്ക് ഹേർട്ടാവുന്നുണ്ട് എന്നുള്ളത്. മാന്യത കുറച്ചെങ്കിലും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 അടിയൊക്കെ കിട്ടും. അടി കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? കൊണ്ടിട്ട് നിൽക്കുമോ? ഇതിൽപ്പെട്ടൊരു റെസൊല്യൂഷനായിട്ട് തന്നെ കണക്കാക്കിക്കോളൂ. നമ്മുടെ ശരീരവും നമ്മുടെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അവകാശമാണ് എന്നുള്ളത്. അതിലാർക്കും കൈവയ്ക്കാനോ നമ്മളെ അപമാനപ്പെടുത്താനോ ഉള്ള അവകാശം ആർക്കും അല്ല എന്നുള്ളത്. ഇതെല്ലാം തന്നെ നമ്മുടേതായിട്ടുള്ള കടമകൾ നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ബാക്കിയുള്ളവരെ അടിച്ചമർത്തി ബാക്കിയുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ കടമകൾ എല്ലാ രീതിയിലും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അത് ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് ഈ സമൂഹത്തിലെ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട അവകാശം നമുക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ഭൂമിയിൽ ആരും കൊടിയും പിടിച്ചിട്ട് വരൂല. നിങ്ങൾ ത്യാഗം സഹിച്ചതിനൊന്നും ആരും കൊണ്ടുവന്ന് പിന്നീട് കപ്പും കൊണ്ട് തരൂല. ഏതൊക്കെ അവസരത്തിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ, ഇകഴ്ത്താൻ പറ്റുമോ, അപമാനിക്കാൻ പറ്റുമോ, പരിഹസിക്കാൻ പറ്റുമോ, കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ആലോചിച്ച് കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ അവസാനം കുറേ കൊല്ലങ്ങൾ ചിലപ്പോൾ ജീവിച്ച ആൾക്കാരുണ്ടാവും. ഒരു ഓഡിറ്റിംഗ് നടത്തി നോക്കൂ. ഇത് ബിസിനസ്സിൽ മാത്രമല്ല ഓഡിറ്റിംഗ് വേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ഒരു ഓഡിറ്റിംഗ് വേണം. ഇത്രയും കാലം നമ്മൾ ജീവിച്ചതും നമുക്ക് സന്തോഷം തന്ന കാര്യങ്ങളും നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ, നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, എന്നിട്ടും എനിക്ക് എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു, എൻ്റേതല്ലാത്ത തെറ്റുകൾ കാരണം എന്തൊക്കെ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട ഒരാളാണോ ഞാൻ, ഇതിനേക്കാളും ബെറ്റർ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിന് അവകാശപ്പെട്ട ആളാണോ എന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു ഓഡിറ്റിംഗ് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. വീണ്ടും ഞാൻ പറയുന്നു, ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെർമിഷൻ ടു ബ്രീത്ത്, പെർമിഷൻ ടു ബി, അതായത് ഇംപെർഫെക്റ്റ്, അത് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ പെർമിഷൻ ടു എക്സിസ്റ്റ് ആസ് യു, അതായത് നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സ്, നമുക്കൊന്ന് ശ്വാസം വിടാനെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം വേണം. അതെല്ലാം ഒരാളോട് ചോദിച്ചിട്ട് ഞാൻ ഇത്ര അളവിന് ശ്വാസം വിട്ടാൽ മതിയോ, കുറച്ചും കൂടെ നീട്ടി വിടാൻ പറ്റുമോ, കുറച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ, ഇതൊക്കെ ഒരാളുടെ അനുവാദം കിട്ടിയിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇതിനടക്കം കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്തത് ഇംപെർഫെക്റ്റ് ആവാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പെർമിഷൻ നമുക്ക് വേണം. എല്ലാം പെർഫെക്റ്റായിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതന്നെ ഏറ്റവും വലിയൊരു തെറ്റ്. നമ്മൾ കാര്യങ്ങൾ ചെയ്തു അത്രയും മതി. അത് പെർഫെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും വിമർശിക്കാനുള്ള അവകാശമൊന്നും ഇല്ല. ഇനി അടുത്തത്, നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ ജീവിക്കാനുള്ള ഒരു അവകാശം. ഓക്കെ, ഈ ഭൂമിയിൽ നിലനിന്ന് പോകാനുള്ള ഒരു അവകാശം. ഇനി ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം പറയട്ടെ,
ഈ അവകാശങ്ങളൊക്കെ ആരിൽ നിന്നും വാങ്ങേണ്ടതാണ്? നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും കിട്ടേണ്ട അവകാശങ്ങളാണ് ഇതൊക്കെ, നിങ്ങൾക്കൊന്ന് ശ്വാസം വിടാനും ഞാൻ ഇംപെർഫെക്റ്റ് ആയിട്ടുണ്ടാവാനുള്ള പെർമിഷനൊക്കെ ആളിൽ നിന്നും വാങ്ങാനുള്ളതാണ് എന്നുള്ളത്? അല്ല, നിങ്ങളിൽ നിന്നും വാങ്ങേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത്. നിങ്ങൾക്ക് കൊടുക്കേണ്ട പെർമിഷനാണ് ഇതൊക്കെ. അല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ജീവിക്കൂല. അവർ തരൂല എന്ന് തീരുമാനിച്ചവർ ഒരിക്കലും തരൂല. അത് അവരുടെ കയ്യിലുള്ളതല്ല. ഇതെല്ലാം നിങ്ങളുടെ മാത്രം കയ്യിലുള്ളതാണെന്ന് നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു അന്നേ നിങ്ങൾ ജീവിതത്തിൽ നന്നാവുള്ളൂ. അപ്പോൾ ഏതായാലും 2026 വരെയല്ലേ, ഫസ്റ്റ് അതാദ്യം ചിന്തിക്കുക. ഇതൊക്കെ പെർമിഷൻ എനിക്ക് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തരേണ്ടതല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ബ്രീത്ത് ചെയ്യാനുള്ളൊരു അവകാശം എന്നുള്ളത്, അതിൽ മെയിനായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു ചെറിയൊരു കാര്യം കൂടെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാം. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ആണ് എൻ്റെ വീട്ടിൽ ഗ്യാസ് കുറേ ആയിട്ട് ലീക്കായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതൊന്നും മാറ്റാനോ പിടിക്കാനോ ഞാൻ മതി എനിക്ക് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് ഒരു വിഷയം. ഞാൻ അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കും, ട്യൂബൊന്ന് മാറ്റിത്തരോ. അപ്പോഴൊക്കെ ഈ ഗ്യാസ് ലീക്കിൻ്റെ പ്രോബ്ലം എൻ്റെ തോന്നലായിട്ട് മാത്രമാണ് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഗ്യാസ് മൊത്തമായിട്ട് ലീക്കായി എൻ്റെ പുതിയ കിച്ചണിൽ ഇങ്ങനെ സ്പ്രെഡായി. രാവിലെ ലഞ്ച് ബോക്സസ് ഒക്കെ കുട്ടികൾക്ക് റെഡിയാക്കുന്ന ഒരു തിരക്കിലായിരുന്നു ഞാൻ. പെട്ടെന്ന് കിച്ചൺ മൊത്തത്തിൽ തീ ഇങ്ങനെ ആളിപ്പടരുകയാണ്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ളവർ നോർമൽ ഒരു പേഴ്സൺ എന്ന നിലക്ക് എൻ്റെ അഡ്രിനാലിൻ റഷാവും ഒരു തീ കണ്ടു കഴിഞ്ഞാൽ. ആ സമയത്ത് ഞാൻ ഒച്ചെടുക്കും. അല്ലാ തീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒച്ചെടുക്കും. അതെൻ്റെ ബ്രീത്ത് ചെയ്യാൻ ഉള്ള പോലെ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ളൊരു അവകാശമായിരുന്നു. പക്ഷെ ആ ഒരു അവകാശം പോലും അവിടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കേൾക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒച്ചെടുക്കുന്നത്? അപ്പോൾ ചിലർ ചിന്തിക്കുന്നു ഞാൻ ആ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് വെച്ചാൽ, തമ്പുരാനെ ഇവിടെ ഗ്യാസ് ലീക്കായതിനെ തുടർന്ന് ഈ ഗ്യാസ് എല്ലാം പുറത്ത് ഇങ്ങനെ ആളിപ്പടർന്നുകൊണ്ട് അതിൽ തീ ഇങ്ങനെ ആളിപ്പടർന്ന് ബാക്കിയുള്ള പാത്രങ്ങളെയെല്ലാം ഈ തീ ആലിംഗനം ചെയ്തിട്ടുണ്ട്. ആകയാൽ താങ്കൾ ഒന്ന് പതിയെ വന്ന് അതിനെ ഒന്ന് കെടുത്തിത്തരണം എന്ന് ഞാൻ പറയണം എന്നാണോ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത്? പക്ഷേ അങ്ങനെയാണ് ഈ സമൂഹം. നമ്മളുടെ അഡ്രിനാലിൻ റഷ് ആവുന്ന സമയത്ത് നമ്മളറിയാതെ വരുന്ന ഒരു റിയാക്ഷനാണ് ആ ഒച്ചെടുക്കലെത്തി. അതെന്തിനാണ് നമ്മളങ്ങനെ ഒച്ചെടുക്കുന്നത് വെച്ചാൽ, പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരണം, ആ തീ അവിടെ കെടുത്തണം എന്നുള്ളതിന്. ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നോർമലി ചിലപ്പോൾ അങ്ങനെ നോക്കിയിട്ട് തീ വരുന്നൂലേ, ഓക്കെ എന്നാൽ ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരെ പോയി ഒന്ന് വിളിച്ചിട്ട് വരുത്തിച്ചിട്ട് തീ ഒന്ന് കെടുത്താം, അതുവരെ തീ ഇവിടെ സമാധാനത്തിൽ പതിയെ കത്തിക്കോളും എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷെ നോർമലി ഒരു പേഴ്സൺ ഇങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും പല കുടുംബങ്ങളിലും ഇപ്പോഴും സ്ത്രീകൾ അവരുടെ അഡ്രിനാലിൻ റഷിനും അല്ലെങ്കിൽ അവളുടെ വികാരങ്ങൾക്കും അവളുടെ ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവളുടെ കണ്ണീരിനും അവൾക്കൊന്ന് സംസാരിക്കാൻ ആരും കിട്ടാതാവുമ്പോഴും ഒന്നും പറയാനും എടുക്കാനും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നവരെ നിങ്ങളും അവോയ്ഡ് ചെയ്ത് തുടങ്ങുക. അവർ മാറുമെന്ന് വിചാരിച്ചിട്ട് കരഞ്ഞ് കാല് പിടിക്കാൻ പോയി നിൽക്കരുത്. കാല് പിടിക്കും തോറും നിങ്ങളുടെ വില സ്വയം അവരുടെ മുന്നിൽ കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കാലം ഇവർ നമുക്ക് ഓൾവേസ് 24/7 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് എപ്പോഴും അവോയ്ഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് വിചാരിച്ച് നിങ്ങളെ ഓൾവേസ് അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചെറിയ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ വലുതായിപ്പോയി, സോറി. പക്ഷെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെട്ടിച്ചുരുക്കാനൊന്നും നിൽക്കുന്നില്ല. സോ ഫസ്റ്റ് പ്രയോറിറ്റി, പ്രിഫറൻസ്, വില എല്ലാം നിങ്ങൾക്ക് കൽപ്പിക്കുക. നിങ്ങളുടെ ജീവിതം നല്ല അടിപൊളിയായിട്ട് മാറും. ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതാരും നിങ്ങൾക്ക് തരേണ്ടതല്ല, നിങ്ങളായിട്ട് സ്വയം കണ്ടെത്തേണ്ടതാണ്. എനിവേ, ഈ വരുന്ന ഒരു 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ, അതിലുപരി സമാധാനം നിലനിർത്തി ജീവിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.